ഫാത്തിമയിൽ നമ്മുടെ അമ്മ മാതാവ് സ്വർഗം വിട്ടിറങ്ങി വരുന്നതിനേക്കാൾ 33 വർഷങ്ങൾക്ക് മുൻപ് ലയോ 13-ാമൻ മാർപ്പാപ്പയ്ക്ക് ഭീകരമായൊരു ദർശനം കർത്താവ് കൊടുത്തു. 1884 ഒക്ടോബർ 13-ാം തീയതി. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണമേ. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ കൃത്യമായി സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. പിശാച് പ്രബലപ്പെടുന്ന നൂറ്റാണ്ട്, സാത്താനെ അധികാരം നൽകപ്പെടുന്ന ഈ കാലയളവിനെ കുറിച്ച് വ്യക്തമായി ലയോ 13-ാമൻ മാർപ്പാപ്പയ്ക്ക് സ്വർഗത്തിന്റെ ദർശനമുണ്ടായി. മാർപ്പാപ്പ തന്റെ സ്വകാര്യ ചാപ്പലിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയാനകമായ ദർശനം കാണുകയാണ്. യേശുവും സാത്താനും തമ്മിലുള്ള സംഭാഷണമാണ്. പിശാച് ഗർവോടെ ചോദിക്കുകയാണ്, എനിക്ക് മതിയായ സമയവും അധികാരവും നൽകപ്പെട്ടാൽ നിന്റെ സഭയെ എനിക്ക് നശിപ്പിക്കാനാവും. ഇതിന് മറുപടിയായി കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എത്രത്തോളം സമയം വേണം? പിശാച് മറുപടി പറയുകയാണ്, 100 വർഷവും എന്നെ സേവിക്കുന്ന ആത്മാക്കളുടെ മേൽ അധികാരവും ശക്തിയും എനിക്ക് നൽകണം. മാർപ്പാപ്പ പിന്നീട് കണ്ടത് അല്പകാലത്തേക്ക്, താൽക്കാലികമായി കർത്താവ് അത് പിശാചിനെ അനുവദിച്ചു കൊടുക്കുകയാണ്. പിന്നീട് മാർപ്പാപ്പ കാണുന്നത് പിശാചിന്റെ ആധിപത്യം, അവന്റെ പ്രബലത സഭയിലും ലോകത്തിലും അത്യുച്ച നിലയിലെത്തിയ ഭീകരമായ കാഴ്ചകളാണ്. ധാർമ്മികമായ അധപതനങ്ങള്, ദൈവനിഷേധങ്ങള്, വിനാശകരമായ ദൈവനിന്ദകള്, മതപീഡനങ്ങള്, കുടുംബ തകർച്ചകള്, കലഹങ്ങള്, ഭിന്നതകള് എന്നു വേണ്ട എല്ലാവിധ പാപം മ്ലേച്ഛതയുടെ ഭയാനകമായ വർധനവ് മാർപ്പാപ്പ കാണുകയാണ്. ലോകത്തിലും സഭയിലും വലിയ തകർച്ചകൾ സംഭവിക്കുന്നു. ആത്മീയ തകർച്ചകൾ സഭയിൽ ഉണ്ടാകുന്നു. വിശ്വാസത്യാഗം സംഭവിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് തിരിച്ചറിയുമ്പോഴൊരു കാര്യം മനസ്സിലാക്കണം. താൽക്കാലികമായി അല്പകാലത്തേക്കാണ് ഈ അനുവാദം കർത്താവ് പിശാചിന് കൊടുത്തത്. കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്നുണ്ട്, 395-ാമത്തെ ഖണ്ഡികയിൽ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധയോടെ അതൊന്ന് വായിക്കാം. എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല, അവനൊരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിന്റെ നിർമ്മിതി തടയാൻ പിശാച് ശക്തനല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന നൂറ്റാണ്ടാണ് നമ്മളായിരിക്കുന്ന ഈ നൂറ്റാണ്ട്. പിശാചിന് അധികാരം നൽകപ്പെട്ടിരിക്കുന്ന സമയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതാണ് വെളിപാടിന്റെ കാലം. ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, പിശാചിന്റെ ശക്തി അനന്തമല്ല, അവൻ വെറും ഒരു സൃഷ്ടി മാത്രമാണ്. കർത്താവിൻ്റെ പ്രവർത്തികളെ, ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതികളെ തടസ്സപ്പെടുത്തുവാൻ, ഇല്ലാതാക്കാൻ ഒരിക്കലും പിശാചിന് സാധിക്കുകയില്ല. അവനൊരു സൃഷ്ടി മാത്രമാണ്. താൽക്കാലികമായി അനുവാദം സാത്താന് കിട്ടുകയാണ്. അപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഒരു കാലം, വെളിപാടിൻ്റെ കാലം, ഈറ്റുനോവിൻ്റെ കാലം എന്ന് പറയുന്നത് പിശാച് പ്രബലപ്പെട്ട കാലമാണ്. അതിൻ്റെ തെളിവുകളാണ്, അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവനിഷേധമായി, ദൈവദൂഷണമായി, മതപീഡനങ്ങളായി, വിനാശകരമായി ദൈവനിന്ദകളായി, എൻ്റെ സഹോദരൻ, കുടുംബ കലഹങ്ങൾ, തകർച്ചകൾ, ഭിന്നതകൾ, അനൈക്യങ്ങൾ, സ്നേഹരാഹിത്യം, വഴിവിട്ട ലൈംഗിക രാജകത്വങ്ങൾ, മ്ലേച്ഛതയുടെ വർധനവ് എന്നു വേണ്ട നമ്മളിന്ന് ലോകത്തിൽ കാണുന്ന സകലവിധ മലിനതകളും ദുഷിപ്പുകളും പിശാച് പ്രബലപ്പെട്ട ആ സമയത്തിൻ്റെ പ്രാധാന്യതയിലേക്ക് സ്വർഗം വിരൽ ചൂണ്ടുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, വെളിപാട് പുസ്തകം 12:12 കാലത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വചനം, അവിടെ പരിശുദ്ധ വചനം പറയുന്നു, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാചിന്റെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ പ്രത്യക്ഷീകരണത്തോട് ബന്ധപ്പെട്ട് വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. എന്താണ് മാർപ്പാപ്പ പറഞ്ഞത്?
വിശുദ്ധ മിഖായേൽ ദൂതന്റെ പ്രധാന ദൗത്യമായ പിശാചിനെതിരായ പോരാട്ടം ഇന്നും തുടരുന്നു. കാരണം പിശാച് ഇപ്പോഴും ലോകത്ത് സജീവം പ്രവർത്തന നിരതനുമാണ്. അപ്പൊ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, വെളിപാടിന്റെ കാലം, ഇറ്റുനോവിന്റെ കാലം, വെളിപാട് 12:12 വചനം പറയുകയാണ്, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. ഈ നിർണായകമായ യുദ്ധത്തിന്റെ നാളുകളിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗം നമ്മളെ പഠിപ്പിക്കുകയാണ്, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പിശാചിന് വളരെ വ്യക്തമായിട്ടറിയാം. ഇനി തനിക്ക് അധികം നാളുകളില്ല, തനിക്ക് അധികം സമയമില്ല. അതുകൊണ്ട് തൻ്റെ എല്ലാ കഴിവും തന്ത്രവും ഉപയോഗിച്ച് അനേകം ആത്മാക്കളെ നിത്യ നരകത്തിലേക്ക്, നാശത്തിലേക്ക് പിശാച് ഇന്ന് കൊണ്ടുപോവുകയാണ്. അതിനു വേണ്ട ചതികള്, വഞ്ചനകള്, നുണകള്, കള്ളത്തരങ്ങള്, അശുദ്ധികള്, മ്ലേച്ഛതകള്, എല്ലാവിധ ദുഷിപ്പുകള് പിശാച് ഇന്ന് ഈ സമൂഹത്തിലേക്ക്, ലോക ജനതയിലേക്ക് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭയിൽ വലിയൊരു മിസ്റ്റേക്കാണ് വാസുല റീഡൻ. ഒരിക്കൽ കർത്താവ് അവളോട് പറഞ്ഞു, ഞാൻ ഏൽപ്പിക്കുന്ന ചില ദൗത്യങ്ങളുമായി എൻ്റെ ദൂതന്മാരെ ഈ ലോകത്തിലേക്ക് വന്ന് ദൗത്യ നിർവഹണത്തിന് ശേഷം അവർ തിരിച്ച് സ്വർഗത്തിലേക്ക് വരുന്ന സമയത്ത് മാലാഖമാർക്ക് പോലും വഴി തെറ്റുമാറ് ഈ ലോകത്തെ പിശാച് അശുദ്ധിയുടെയും വെറുപ്പിൻ്റെയും അരാജകത്വത്തിൻ്റെയും പുതപ്പ് കൊണ്ട് പുതപ്പിച്ചിരിക്കുകയാണ്. അത്രമാത്രം ഈ ലോകം കറപ്റ്റഡ് ആണെന്ന് ഈശോ ഒരിക്കൽ വാസുല റീഡനോട് വെളിപ്പെടുത്തി. അത്രമാത്രം പൊല്യൂറ്റഡായ, കറപ്റ്റഡായ ഒരു തലമുറയിലാണ് സഹോദരങ്ങളെ നമ്മളിത് ജീവിക്കുന്നത്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എബ്രായ പുസ്തകം 10-ാം അധ്യായം 37-ാം വചനത്തിൽ എന്താ വചനം പറയുന്നത്? ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. സഹോദരങ്ങളെ, ഈ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞു, ഞാൻ മുദ്രിത ഗ്രന്ഥം നിങ്ങൾക്കായി തുറന്നു തരാൻ പോവുകയാണ്. ഫാദർ ഷെഫാന ഗോപിയിലൂടെ അമ്മ നമ്മോട് സംസാരിച്ചു. എന്താണ് അമ്മ പറഞ്ഞത്? നമുക്ക് ശ്രദ്ധാപൂർവ്വം ഒന്ന് ആ സന്ദേശം ശ്രദ്ധിക്കാം. വിശുദ്ധ ലിഖിതങ്ങളുടെ പൂർണ്ണമായ തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കും. എല്ലാറ്റിനും ഉപരി നിങ്ങൾ ജീവിക്കുന്ന അവസാന പുസ്തകത്തിൻ്റെ താളുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരും. നിങ്ങൾ ജീവിക്കുന്ന അവസാന പുസ്തകത്തിൻ്റെ താളുകൾ, അത് വെളിപാടിൻ്റെ പുസ്തകമാണ്, അത് വെളിപാടിൻ്റെ നാളുകളാണ്. ഞാൻ നിങ്ങൾക്കായി മുദ്രിത ഗ്രന്ഥം തുറക്കുകയാണ്. ആവേ മരിയ, ആവേ മരിയ. സത്യോടെ പറഞ്ഞേ, ആവേ മരിയ, ആവേ മരിയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുദ്രിത ഗ്രന്ഥം, അതേത് ഗ്രന്ഥ? വെളിപാടിൻ്റെ പുസ്തകമാണ്, ഞാൻ തുറന്നു തരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി പരിശുദ്ധ വചനം പറയുന്നു, ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. ഇതിനോട് ബന്ധപ്പെട്ടാണ് മെജുഗുറിയയിൽ അമ്മ പറഞ്ഞത്. മെജുഗുറിയയിൽ അമ്മ പറഞ്ഞു, ഇത് പിശാചിന് അധികാരം അനുവദിക്കപ്പെട്ട സമയമാണ്. മുഴുവൻ ലോകത്തിൻ്റെ മേലും അന്ധകാരം ആധിപത്യം പുലർത്തിയിരിക്കുന്നു. ഇന്ന് വളരെയധികം മനുഷ്യരും വിശ്വാസമില്ലാതെയാണ് ജീവിക്കുന്നത്. പലർക്കും യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. എത്ര കൃത്യമാണ് സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ. അതേസമയം തന്നെ അവർ സമാധാനവും സംതൃപ്തിയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് ആവശ്യമായിരിക്കുന്നത് ഇവിടെയാണ്. ഒന്നിച്ച് വായിച്ച്, മനുഷ്യവംശത്തെ രക്ഷിക്കുവാനുള്ള ഏക വഴി പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം തരുന്ന ഈ പ്രവചന സന്ദേശം പിശാചിനെ അധികാരം അനുവദിക്കപ്പെട്ട ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായവും സംരക്ഷണവും മാധ്യസ്ഥവും അമ്മയുടെ മക്കളായ സഭാ മക്കളായ എനിക്കും നിങ്ങൾക്ക് ആവശ്യമാണ്. ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ അമ്മ മാതാവ് ലാസ്ലേറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മുടെ അമ്മ പറഞ്ഞു, എന്താണ് അമ്മ പറഞ്ഞത്? സാത്താന് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഈ നൂറ്റാണ്ടിൽ അവൻ ഒരുക്കുന്ന കെണികളിൽ നിന്ന് രക്ഷപ്പെടാനായി അമ്മയോട് ചേർന്ന് അണിനിരക്കുക, അമ്മയോട് ചേർന്ന് അണിനിരക്കുക, അമ്മയുടെ സൈന്യനിരയിൽ അംഗങ്ങളായി മാറുക, അമ്മയുടെ പൊന്നോമന മക്കളായി വിശുദ്ധിയോടെ ജീവിക്കുക. അമ്മ പറയാണ്, മക്കളെ നിങ്ങൾ എന്നോടൊപ്പം അണിനിരക്കുക. പിശാചിന് അധികാരം നൽകപ്പെട്ട ഈ ഒരു സമയത്തിൽ നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കാതിരിക്കാൻ അമ്മ പറയുകയാണ്, മക്കളെ നിങ്ങൾ എന്നോടൊപ്പം അണിചേരുക. അമ്മയുടെ സൈന്യമായി, അന്ത്യകാല പ്രേക്ഷിതരായി, ദൈവരാജ്യത്തിന്റെ മുന്നണി പോരാളികളായി, പരിശുദ്ധാത്മാവിന്റെ തലമുറയായി. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അനോയിന്റിങ്, അനോയിന്റിങ്, അനോയിന്റിങ്. സഹോദരങ്ങളെ, ചുരുങ്ങിയ സമയമേ അവശേഷിക്കത്തുള്ളൂ. രണ്ടാമത് വചനത്തിൽ നമ്മൾ എന്താ കാണുന്നത്? വെളിപാട് പുസ്തകം 12:12 നമ്മൾ കാണുകയാണ്, ഈ യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ട് പിശാച് എന്ത് ചെയ്യുന്നു? പിശാച് എന്താ ചെയ്യുന്നത്? അരിശം കൊണ്ട് നിങ്ങൾ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആരുടെ അടുത്തേക്ക്? ദൈവജനത്തിനരികിൽ എന്ന് പറഞ്ഞാൽ അത് സഭയാണ്. ദൈവത്തിന് ജനം സഭയാണ് സഹോദരങ്ങളെ. സഭയെ നശിപ്പിക്കുവാൻ, സഭയെ തകർക്കുവാൻ, സഭയിൽ ഭിന്നത വിതയ്ക്കുവാൻ, സഭയെ ശിഥിലീകരിക്കുവാൻ, സഭയുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ സഭയ്ക്കെതിരെ അവൻ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിശുദ്ധനായ പോൾ 6 മാർപ്പാപ്പ ഈ സത്യം സഭാ മക്കളോട് പറയുന്നുണ്ട്. പോൾ 6 മാർപ്പാപ്പ പറയുകയാണ്, എന്താ മാർപ്പാപ്പ പറയുന്നത്? ഏതോ വിള്ളലിലൂടെ സാത്താന്റെ പുക ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. പ്രതിയോഗിയുടെ ശക്തിയാണ് അത്. കൃത്യം വായിക്കുക, അത് കാണിക്കട്ടെ മക്കളെ. പ്രതിയോഗിയുടെ ശക്തിയാണ് ഇതിന്റെ പിന്നിൽ. അവന്റെ പേരാണ് പിശാച്. ഏതോ ഒരു വിള്ളലിൽ കൂടി സാത്താന്റെ പുക ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു കൊണ്ടു. നിങ്ങൾ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സഭയെ നശിപ്പിക്കുവാൻ, കുടുംബങ്ങളെ താറുമാറാക്കാൻ. ശ്രദ്ധിക്കണമേ, എത്ര കുടുംബങ്ങൾ ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സോറി പറഞ്ഞ് തീരുന്ന വിഷയം സുപ്രീം കോർട്ട് വരെ പോണേ. കാരണം ക്ഷമിക്കുവാൻ, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. കുടുംബങ്ങൾ നശിക്കുന്നു, കുടുംബങ്ങൾ തകരുന്നു, ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. ഭിന്നതകളും അനൈക്യവും സ്നേഹരാഹിത്യവും എവിടെയും ഇന്ന് കാണുന്നു. വിശ്വസ്തതയും വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ എവിടെയും സംജാതമാകുന്നു. എന്താണ് ഇതിന്റെ കാരണം സഹോദരങ്ങളെ? ചുരുങ്ങിയ സമയമേ അവശേഷിക്കുള്ളൂ അറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് ഇറങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കാൻ, സഭയെ തകർക്കാൻ. ലയ 13 മാർപ്പാപ്പ കണ്ട ആ ഭയാനകമായ ദർശനത്തിന്റെ അവസാന നാളുകളിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് മറന്ന് ജീവിക്കരുതെന്ന് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്.